നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 12 ദേശീയ പണിമുടക്ക്. പണിമുടക്ക് ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ. പണിമുടക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച്. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഫോറം ഓഫ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച്. കർഷകരുടെ നെല്ലിന്റെ താങ്ങുവില കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ മാത്തൂരിൽ കോൺഗ്രസ് പ്രതിഷേധം. VSന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗവും PK ശശിയും UDFന്റെ ഭാഗമാകുമെന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് മാധ്യമങ്ങളിലൂടെയാണെന്നും ജനസ്വാധീനമുള്ള എത്രയോ പ്രമുഖർ പാർട്ടി വിട്ടിട്ടും ഒന്നും സംഭവിക്കാത്ത പാർട്ടിയാണ് CPM എന്നും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. നിശബ്ദരായ ചിലരെ തെരഞ്ഞുപിടിച്ച് മാധ്യമങ്ങൾ അജണ്ട നടപ്പിലാക്കുകയാണെന്നും CPMന് ഒരു വിമതനും ഭീഷണിയില്ലെന്നും EN സുരേഷ് ബാബു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡൻസിന്റെ സംസ്ഥാന കബ് ബുൾബുൾ ഉത്സവം ഫെബ്രുവരി 13, 14, 15 തീയതികളിൽ പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ 42 വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നായി 1000-ലധികം കുട്ടികൾ പങ്കെടുക്കും. ഏത് സാഹചര്യവുമായി ഇണങ്ങിച്ചേരാനും സഹവർത്തിത്വം പുലർത്താനും കുട്ടികളെ പ്രാപ്തരാക്കുന്നതാണ് ബുൾബുൾ ഉത്സവം എന്ന സംഘാടകർ. ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ പാലക്കാടിന്റെ നേതൃത്വത്തിൽ മിസ്റ്റർ ആൻഡ് മിസിസ് ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 14 പാലക്കാട് ജെമിനി മേട്ടിൽ. 2026-27 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട കരട് പദ്ധതി രേഖയ്ക്ക് ഷൊർണൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അംഗീകാരം. വികസന സെമിനാർ ഈ മാസം 13 നടത്താനും തീരുമാനം. ചില വാർഡുകളിൽ കുടിവെള്ളം ലഭിക്കാത്ത വിഷയത്തെ സംബന്ധിച്ചും സൗത്ത് മുണ്ടായയിൽ നായ ഷെൽട്ടർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയവും കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി. വികസന സെമിനാർ പരിപാടിയിലെ നോട്ടീസിൽ UDF കൗൺസിലർമാരെ തഴഞ്ഞതിനെതിരെ കൗൺസിലർമാരുടെ പ്രതിഷേധം. രാത്രിയിൽ അജ്ഞാത ആക്രമണത്തിൽ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ കോഴികൾ കൂട്ടത്തോടെ ചത്ത നിലയിൽ. 80ഓളം കോഴികൾ ചത്തു. 40,000 രൂപ നഷ്ടമുണ്ടായതായി ഫാം ഉടമ. വാർത്തകൾ വിശദമായി. ഫെബ്രുവരി 12 ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി ഫോറം ഓഫ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഐക്യദാർഢ്യം മാർച്ച് നടത്തി. ഷൊർണൂർ ടൗണിൽ നിന്നും മാർച്ച് ആരംഭിച്ചു. തുടർന്ന് ധർണയും നടത്തി. ഷൊർണൂർ ടൗണിൽ നിന്നാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഐക്യദാർഢ്യ മാർച്ച് ആരംഭിച്ചത്. നിരവധി പേർ മാർച്ചിൽ അണിനിരന്നു. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി ഫോറം ഓഫ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ധർണാ സമരം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് RJ പിള്ള ഉദ്ഘാടനം ചെയ്തു. ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെ ഇന്ത്യയിലെ എല്ലാ പഠിശാലകളും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വയലോലകളും എല്ലാ സേവന കേന്ദ്രങ്ങളും നിശ്ചലമാകുന്ന തരത്തിലുള്ള അഖിലേന്ത്യ പൊതുപണിമുടക്കില് കേന്ദ്ര ട്രേഡ് യൂണിയനുകളും കർഷക സംഘടനകളും യുവജനങ്ങളും ജനാധിപത്യ മഹിളാ അസോസിയേഷനും വിദ്യാർത്ഥികളും അങ്ങനെ സമൂഹത്തിലെ നാനാ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് ആഹ്വാനം ചെയ്തു. ഇതൊരു അപൂർവമായ സമരമാണ്. SCFAWA മേഖലാ പ്രസിഡന്റ് MK രാമേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി K ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. CGPA സംസ്ഥാന സെക്രട്ടറി V ശ്രീകുമാർ, K ഗോവിന്ദൻ, IM സതീശൻ, MC രമേശ്, R മണി തുടങ്ങിയവർ സംസാരിച്ചു. N ലോഹിതാക്ഷൻ, C സതീശൻ, N മുണ്ടൻ, KR മോഹൻദാസ്, R നടരാജൻ, TR സന്തോഷ് കുമാർ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 12 ദേശീയ പണിമുടക്ക്. ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ പണിമുടക്ക് ആരംഭിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശീയ പണിമുടക്ക്. കേന്ദ്ര നയത്തിനെതിരെ ട്രേഡ് യൂണിയനുകൾ ദേശീയ പണിമുടക്ക് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, LIC സ്വകാര്യവൽക്കരണം പിൻവലിക്കുക, കർഷകരെ തകർക്കുന്ന വ്യാപാര കരാറുകൾ പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിവിധ സർക്കാർ ഓഫീസുകൾ, മറ്റു ഇതര സ്ഥാപനങ്ങൾ തുടങ്ങിയവയെല്ലാം അടഞ്ഞുകിടക്കും. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തില്ല.
പൊതുവെ പണിമുടക്ക് നിശ്ചലമാകും. BMS ഒഴികെയുള്ള CITU, AITUC, HMS, INLC, TOCC, TUCI, AIUTC എന്നീ സംഘടനകൾ പണിമുടക്കിൽ പങ്കാളികളാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. VSന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗവും PK ശശിയും UDFന്റെ ഭാഗമാവുമെന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് മാധ്യമങ്ങളിലൂടെയെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ജനസ്വാധീനമുള്ള എത്രയോ പ്രമുഖർ പാർട്ടി വിട്ടിട്ടും ഒന്നും സംഭവിക്കാത്ത പാർട്ടിയാണ് CPIM എന്നും സുരേഷ് ബാബു പറഞ്ഞു. നിശബ്ദരായ ചിലരെ തിരഞ്ഞുപിടിച്ച് മാധ്യമങ്ങൾ അജണ്ട നടപ്പിലാക്കുകയാണെന്നും CPMന് ഒരു വിമതനും ഭീഷണിയല്ലെന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു. സുരേഷ് ബാബു മലമ്പുഴയിലും PK ശശി ഒറ്റപ്പാലത്തും UDF സ്ഥാനാർത്ഥിയാകുമെന്നും ജില്ലയിലെ CPM വിമതർ ഏകീകൃത പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയേക്കുമെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ബാബു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMൽ വിമതർ ഭീഷണിയുണ്ടാവുമെന്നായിരുന്നു മാധ്യമങ്ങൾ ഉയർത്തിവിട്ടത്. എന്നാൽ അതുണ്ടായില്ല. സുരേഷ് നിലയിൽ പാർട്ടി അംഗമല്ല. CPMന് ജില്ലയിൽ 41,000 ബ്രാഞ്ചുകളുണ്ട്. ഇതിലെ സെക്രട്ടറിമാർ പല മാനസികാവസ്ഥയിലുള്ളവരാണ്. ഇവരെയെല്ലാം നോക്കി നടക്കാൻ കഴിയില്ലെന്നായിരുന്നു PK ശശിയുടെ കാര്യത്തിൽ സുരേഷ് ബാബുവിന്റെ പ്രതികരണം. നിശബ്ദരായ ചിലരെ തെരഞ്ഞുപിടിച്ച് മാധ്യമങ്ങൾ അജണ്ട നടപ്പിലാക്കുകയാണ്. CPMന് ഒരു വിമതനും ഭീഷണിയല്ലെന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് മെമ്പർ പാർട്ടി അംഗം എന്തെങ്കിലും തരത്തിൽ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് വാർത്തയാണ്. ഞങ്ങൾക്ക് 41,000 പാർട്ടി അംഗങ്ങൾ ഈ ജില്ലയിൽ. 41,000 പാർട്ടി മെമ്പർമാരിൽ ആരൊക്കെ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എല്ലാ ദിവസവും ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിനൊക്കെ മറുപടി പറയാൻ ഞങ്ങൾക്ക് പറ്റുന്ന കാര്യം. 41,000 പാർട്ടി മെമ്പർമാരിൽ പല രൂപത്തിലുള്ള ചിന്തയും പല രൂപത്തിലുള്ള മനസ്സുമുണ്ട്. മനസ്സിലായില്ലേ? ചിലവരും മെമ്പർഷിപ്പിൽ ഇരുന്ന് ചിലപ്പോ വേണ്ടത്ര പ്രവർത്തനം നടത്താത്തവരുണ്ടാവും. നിങ്ങൾ അവരുടെ മുമ്പിൽ പോയിട്ട് മൈക്ക് കാണിച്ചിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ പാർട്ടിക്ക് എതിരാണോ എന്ന് ചോദിക്കുമ്പോൾ അവര് പാവം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങളോട് മറുപടി പറയണമെന്നുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ സംസ്ഥാന കപ്പ് ബുൾബുൾ ഉത്സവം ഫെബ്രുവരി 13, 14, 15 തീയതികളിലായി പറളി HSSൽ നടക്കും. 42 വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നായി 1000-ലധികം കുട്ടികൾ പങ്കെടുക്കും. ബുൾബുൾ മത്സരം ഏത് സാഹചര്യവുമായി ഇണങ്ങിച്ചേരാനും സഹവർത്തിത്വം പുലർത്താനും കുട്ടികളെ പ്രാപ്തമാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. 13-ാം തീയതി 9 മണിക്ക് ആരംഭിച്ച് രജിസ്ട്രേഷനോടുകൂടി ആരംഭിച്ച് 15-ാം തീയതി ഏകദേശം 10 മണിയോടുകൂടി അവസാനിക്കുന്ന രീതിയിലാണ് ഇതിന്റെ പ്രോഗ്രാമുകൾ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന കലോത്സവം, സംസ്ഥാന ശാസ്ത്രോത്സവം ഒക്കെ ഏറ്റെടുത്ത് നടത്തിയ ജില്ല തന്നെയാണ് നമ്മുടെ പാലക്കാട്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമുക്ക് ഈ കപ്പ് ബുൾബുൾ ഉത്സവം നടത്താൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ 10 മുതൽ മുകളിലേക്ക് പോകുന്നവരും നമ്മൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, അതുപോലെ ഹയർ സെക്കൻഡറി തലത്തില് റേഞ്ചർ, റോവർ തുടങ്ങിയ തലങ്ങളിലേക്ക് കുട്ടികളെ തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇത് സാറ് പറഞ്ഞ പോലെ തന്നെ 48ാമത് കപ്പ് ബുൾബുൾ ഉത്സവമാണ് നമ്മുടെ പാലക്കാട് ജില്ല ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത്. ഈ പാലക്കാട് ജില്ലാ അസോസിയേഷന്റെ മികച്ച പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വം ഇത്രയും വലിയ ഒരു ഉത്സവം നടത്താൻ നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. LP വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് കപ്പ് ബുൾബുൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഏതു സാഹചര്യവുമായി ഇണങ്ങിച്ചേരാനും സഹവർത്തിത്വം പുലർത്താനും കുട്ടികളെ പ്രാപ്തമാക്കുന്നതാണ് ഇത്തരം ക്യാമ്പുകൾ. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിലെ യൂണിഫോം സേനയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. നാടോടി നൃത്തം, ഫൺ ആൻഡ് അഡ്വഞ്ചർ, ജംഗിൾ പ്ലേ, ഡു യുവർ ബെസ്റ്റ്, ആംഗ്യപ്പാട്ട്, ഗെയിംസ് മാർക്കറ്റ്, ടോട്ടം പോൾ തുടങ്ങി 10 ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ മത്സരിക്കും. മത്സരങ്ങളിലെ മികവുകൾ പരിശോധിച്ച് വ്യക്തിഗത, സ്കൂൾ തല, ജില്ലാതല പുരസ്കാരങ്ങൾ നൽകും. ജീവകാരുണ്യ സന്നദ്ധ മേഖലകളിൽ സജീവമായി ഇടപെടുന്നതിലും സാമൂഹിക സേവനത്തിനായി സമയം മാറ്റിവെക്കാനുള്ള ശീലം കുട്ടിക്കാലത്ത് തന്നെ വളർത്തിയെടുക്കാനും ഇത്തരം ക്യാമ്പുകൾ സഹായിക്കും. സംസ്ഥാന കപ്പ് ബുൾബുൾ ഉത്സവത്തിന് ആവശ്യമായ ഭക്ഷണ വിതരണം, താമസം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതായും സംഘാടക സമിതി ഭാരവാഹികളായ ഗീത R, ഗിരീഷ് കുമാർ PG, സതി S എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ ഓഫ് പാലക്കാട് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 14 പാലക്കാട് ജെമിനിമേട് കൺവെൻഷൻ സെന്ററിൽ നടക്കും. സ്പോർട്സ് കൗൺസിൽ അംഗീകാരമില്ലാത്ത അസോസിയേഷനുകൾ സംഘടിപ്പിക്കുന്ന മത്സരങ്ങളും സർട്ടിഫിക്കറ്റുകളും അധികാരമില്ലാതാവുകയാണെന്ന വസ്തുത എല്ലാവരും തിരിച്ചറിയണമെന്നും സെക്രട്ടറി M കൃഷ്ണദാസ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സബ് ജൂനിയർ, സീനിയർ മാസ്റ്റേഴ്സ്, ഫിസിക്കലി ചാലഞ്ചഡ് എന്നീ വിഭാഗത്തിലായാണ് മത്സരം. സൈക്യു, വുമൺ ബോഡി ബിൽഡിംഗ്, വുമൺ ഫിറ്റ്നസ് സൈക്യു എന്നീ ഇനങ്ങളിലും മത്സരം നടക്കും.
യോഗ്യതയില്ലാത്ത അസോസിയേഷനുകളിൽ പങ്കെടുത്ത് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ജോലിക്കായി ഉപയോഗിക്കുന്നത് കുറ്റകരമാണെന്ന വസ്തുത പലരും തിരിച്ചറിയുന്നില്ലെന്നും കൃഷ്ണപ്രസാദ് പറഞ്ഞു. അൺഓതറൈസ്ഡ് ആയിട്ട് പല സംഘടനകളും പാലക്കാട് എന്നുള്ള പേരിൽ ചാമ്പ്യൻഷിപ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതൊന്നും ലീഗലി ഉള്ളതല്ല, കാരണം സർട്ടിഫിക്കറ്റ് ഒന്നും വാല്യൂഡ് അല്ല. അത് ജനങ്ങൾക്ക് അറിയണില്ല, കുട്ടികളെ കബളിപ്പിക്കുകയാണ്. അതിലൊരു പരിധിവരെ മാധ്യമങ്ങൾ കൂടി അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം പല ചാമ്പ്യൻഷിപ്പുകളും കറണ്ടായിട്ട് നടന്നിട്ട് അതിന്റെ ഫോട്ടോസുകൾ ഇവര് മാധ്യമങ്ങൾ കൂടെയൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ചെക്ക് ചെയ്യാതെയാണ് ഈ മാധ്യമങ്ങൾ കൊടുക്കുന്നതെന്നാണ് എൻ്റെ അറിവ്. കാരണം വെച്ചാൽ നമ്മുടെ സ്പോർട്സ് കൗൺസിൽ സംഘടന എന്ന് പറയുമ്പോൾ അവരെ ഇതില് സ്പോർട്സ് കൗൺസിൽ ഒബ്സർവർ സൈൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ, പത്രങ്ങളിലാണെങ്കിലും മീഡിയകളിലാണെങ്കിലും. അതും നോക്കാതെയാണ് ഈ മാധ്യമങ്ങൾ ഇതിനെ കൊടുക്കുന്നത്. കൊടുക്കുക, പ്രൈസ് കിട്ടാന്ന് പറയുമ്പോൾ അപ്പൊ ഈ വാല്യൂഡ് ആയിട്ടുള്ള കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ആൾക്കാർക്ക് അറിയുന്നില്ല ഇത് മിസ്റ്റർ പാലക്കാട് ആരാണ്, അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങുന്ന ഗുണം എന്താണെന്നുള്ളത്. കാരണം കോളേജുകളിലാണെങ്കിലും ജോലിക്കാണെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളൂ. ഇവര് ഇത് ചെന്ന് വേറെ സ്കൂളുകളിൽ പോയിട്ട് കോളേജുകളിൽ പോയിട്ട് കൊടുക്കുമ്പോൾ സ്പോർട്സ് കൗൺസിലേക്ക് വരുമ്പോൾ ഇത് വാല്യൂ അല്ല. അപ്പോഴാണ് അവർ കബളിപ്പിക്കപ്പെടുന്നതെന്ന് അറിയുന്നത്. ഈ ക്ലബ്ബുകൾ കുറച്ച് ക്ലബ്ബുകൾ അവർ ഈ സോഷ്യൽ മീഡിയകളിൽ അവർക്ക് എന്താ പറയാ ഗുണങ്ങൾ കിട്ടാനും ഈ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ചെറിയ ചെറിയ മത്സരങ്ങൾ സംഘടിപ്പിക്കാം. ട്രഷറർ ബിനീഷ് ബി, സ്പോർട്സ് കൗൺസിൽ നോമിനി നിതീഷ് മോഹൻ, സുധീർ ആർ, ജഗദീശൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാത്രിയിൽ അജ്ഞാത ആക്രമണത്തിൽ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ കോഴി വളർത്തു കേന്ദ്രത്തിൽ കൂട്ടത്തോടെ കോഴികൾ ചത്ത നിലയിൽ. 80ഓളം കോഴികൾ ചത്തിട്ടുണ്ട്. 40,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ രാമചന്ദ്രൻ പറഞ്ഞു. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ തുവക്കാട് ചക്കരക്കത്ത് തൊടി വീട്ടിൽ CV രാമേന്ദ്രൻ്റെ വീടിന് സമീപമുള്ള നാടൻ കോഴി വളർത്തൽ കേന്ദ്രത്തിലെ 80 കോഴികളാണ് കൂട്ടത്തോടെ ചത്തനിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച രാവിലെയാണ് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. 4 മാസം പ്രായമുള്ള കോഴികളാണ് ചത്തത്. പലതിൻ്റെയും തല ചതഞ്ഞറിഞ്ഞ നിലയിലായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു. അജ്ഞാത ജീവി ആക്രമണമാണോ സാമൂഹ്യ വിരുദ്ധർ കൊന്നതാണോ എന്നറിയില്ലെന്നും പാലക്കാട്ടേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊടുത്തയച്ചിട്ടുണ്ടെന്നും ഫലം ലഭിച്ചാലേ കാരണം വ്യക്തമാകൂ എന്നും രാമേന്ദ്രൻ പറഞ്ഞു. ഏകദേശം 40,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായും പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട കരട് പദ്ധതി രേഖയ്ക്ക് ഷൊർണൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അംഗീകാരം. ചില വാർഡുകളിൽ കുടിവെള്ളം എത്താത്ത വിഷയത്തെ സംബന്ധിച്ചും സൗത്ത് മുണ്ടായിൽ നായ ഷെൽട്ടർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയവും യോഗത്തിൽ ചർച്ചയായി. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മലയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 2026-27 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട കരട് പദ്ധതി രേഖയ്ക്ക് കൗൺസിൽ യോഗത്തിൽ അംഗീകാരം. ഈ മാസം 13-ന് വികസന സെമിനാർ നടത്താനും തീരുമാനിച്ചു. ഇതിനുശേഷമേ അന്തിമ കരട് പദ്ധതി രേഖയ്ക്ക് രൂപം നൽകുകയുള്ളൂ. ചില വാർഡുകളിൽ കുടിവെള്ളം ലഭിക്കുന്നില്ല എന്ന വിഷയവും 26-ാം വാർഡ് സൗത്ത് മുണ്ടായിലെ നായ ഷെൽട്ടർ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട വിഷയവും യോഗത്തിൽ ചർച്ചയായി. 8-ാം വാർഡിൽ 1 മാസമായി കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന നാട്ടുകാരുടെ പരാതി BJP കൗൺസിലർ ഗോപൻ യോഗത്തെ അറിയിച്ചു. ടാങ്കറിൽ കുടിവെള്ള വിതരണം നടത്താൻ നടപടി സ്വീകരിക്കാമെന്നും കൗൺസിൽ ആവശ്യമുന്നയിച്ചു. എന്നാൽ ടാങ്കറിൽ കുടിവെള്ള വിതരണം നടത്താൻ ജില്ലാ കളക്ടറുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് സെക്രട്ടറിയും മറുപടി പറഞ്ഞു. ഗൗരവമായ വിഷയമായി കണക്കിലെടുത്ത് കൗൺസിൽ യോഗം അംഗീകരിച്ച് വിഷയം ഉടൻ കളക്ടറെ അറിയിക്കാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. 26-ാം വാർഡ് സൗത്ത് മുണ്ടായിൽ താൽക്കാലിക നായ ഷെൽട്ടർ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം ഏറെ ചർച്ചയായി. ഇത് പുനഃപരിശോധിക്കണമെന്നും ജനങ്ങൾക്കുണ്ടായ ആശങ്കകൾ ദൂരീകരിക്കണമെന്നും BJPയിലെ കൗൺസിലർമാർ ഒന്നടങ്കം ആവശ്യമുന്നയിച്ചു. ഒരു കമ്മിറ്റി രൂപീകരിച്ച് സ്ഥലം പരിശോധിച്ച ശേഷം ജനങ്ങളുടെ കൂടി അഭിപ്രായം കേട്ട ശേഷമേ ഷെൽട്ടറുമായി മുന്നോട്ടു പോകുകയുള്ളൂവെന്ന് വൈസ് ചെയർമാനും യോഗത്തെ അറിയിച്ചു. നഗരസഭയുടെ വികസന സെമിനാറിന്റെ നോട്ടീസിൽ UDF കൗൺസിലർമാരിലെ ഒരാളെ പോലും ഉൾപ്പെടുത്താത്തതിനെതിരെ കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാരുടെ പ്രതിഷേധമുണ്ടായി. നോട്ടീസ് വലിച്ചുകീറിയായിരുന്നു VK ശ്രീകൃഷ്ണന്റെ പ്രതിഷേധം. എന്നാൽ നോട്ടീസിൽ പേര് ഉൾപ്പെടുത്താമെന്ന് വൈസ് ചെയർമാൻ അനുരാജ് അറിയിച്ചതോടെയാണ് പ്രശ്നം അവസാനിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
ആദ്യമായി ഷൊർണൂർ നഗരസഭയിൽ വയോജന വാർഡ് സഭയ്ക്ക് തുടക്കമായി. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും ഓരോ വാർഡിലും വാർഡ് സഭകൾ കൂടി നടപടികൾ സ്വീകരിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ വയോജനങ്ങൾ മുന്നോട്ട് വച്ചു. വയോജനങ്ങളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് നഗരസഭാ അധികൃതരും അറിയിച്ചു. ആദ്യമായാണ് ഷൊർണൂർ നഗരസഭയിൽ വയോജന വാർഡ് സഭ ചേരുന്നത്. ഷൊർണൂർ KVR ഹൈസ്കൂളിൽ വെച്ചായിരുന്നു പ്രഥമ യോഗം. വൈസ് ചെയർമാൻ അനുരാജ് വയോജന വാർഡ് സഭ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലുള്ള 35 വാർഡുകളിലും ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ വയോമിത്രം നടപ്പിലാക്കുക, വയോജനങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനാവശ്യമായ വ്യായാമ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാൻ നടപടി സ്വീകരിക്കുക, രാവിലെയും വൈകിട്ടും നടക്കാനാവശ്യമായ നടപ്പാതകൾ സജ്ജീകരിക്കുക, വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും ഓരോ വാർഡിലും വാർഡ് സഭകൾ കൂടാൻ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സീനിയർ സിറ്റിസൺ അംഗങ്ങൾ മുന്നോട്ട് വച്ചത്. നിലവിലെ പ്രശ്നങ്ങൾ വയോജനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. സീനിയർ സിറ്റിസൺ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് നഗരസഭാ അധികൃതരും അറിയിച്ചു. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗമ്യ അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു, കൗൺസിലർമാരായ VK ശ്രീകൃഷ്ണൻ, മുഹമ്മദ് ആഷിഖ്, രജിത, ഷീജ, അരുൺ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഡോക്യുമെന്ററികളുടെയും ഹ്രസ്വചിത്രങ്ങളുടെയും ദേശീയമേളയായ സയൻസ് മേള ഷൊർണൂരിൽ സമാപിച്ചു. മികച്ച ഡോക്യുമെന്ററിയായി രഞ്ജിത്ത് റോ സംവിധാനം ചെയ്ത പുതുൽനാമ തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഹ്രസ്വചിത്രം യാഷ് സറഫ് സംവിധാനം ചെയ്ത മോത്തിയും തെരഞ്ഞെടുക്കപ്പെട്ടു. ഫെബ്രുവരി 6 മുതൽ 10 വരെയായിരുന്നു പ്രദർശനങ്ങൾ. ഷൊർണൂരിൽ വെച്ച് നടത്താൻ വേണ്ടി സംഘടിപ്പിച്ച സംഘാടകരെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഏതൊരു പ്രവർത്തനവും വിജയിക്കുന്നത് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന അതിൻ്റെ പരിശ്രമക്കാരാണ്. അതിനുവേണ്ടി സമർപ്പിതമായ രൂപത്തിൽ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നവരാണ്. ആ കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്പർ 1 മുഖ്യശില്പികളായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെച്ച് നടക്കുന്ന ഈ ഒരു പരിപാടി നമ്മുടെ നാടിൻ്റെ പേരും പെരുമക്കും അന്തസ്സിനും അനുസരിച്ചുകൊണ്ടാകണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആ കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഈ പൊതുസമ്മേളനം ചേരുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യേണ്ട ഒട്ടേറെ അജണ്ടകൾ ഇതിൻ്റെ ഭാഗമായി ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഏതായാലും നടന്നു കഴിഞ്ഞപ്പോൾ പറളി പറഞ്ഞ പോലെ ആദ്യം ആശങ്ക ഉണ്ടായെങ്കിലും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താല്പര്യമുള്ളവർ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സിനിമ കാണുന്നവർ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിലയിരുത്തൽ നടത്താൻ ശേഷിയും കഴിവുള്ളവരൊക്കെ കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു സംഗമമാണ് ഈ ഉദ്യമത്തിന്റെ ഭാഗമായി ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ്. സംഘാടക സമിതി ചെയർമാൻ MR മുരളി അധ്യക്ഷത വഹിച്ചു. ആർട്ടിസ്റ്റ് ഡയറക്ടർ പ്രേംചന്ദ്ര മംജുന്ദാർ മേളയുടെ ഫെസ്റ്റിവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മണിപ്പൂരി ചലച്ചിത്രകാരൻ ഹോബം പവൻകുമാർ, ദേബാജാനി, P പ്രേമചന്ദ്രൻ, ഷംസുദ്ദീൻ, ശ്രീദേവി, P അരവിന്ദ്, രാധാകൃഷ്ണൻ ചെറുവള്ളി, KT ജോർജ്, KC ജിതിൻ, MD രജി എന്നിവർ സംസാരിച്ചു. മികച്ച ഡോക്യുമെന്ററിയായി രണജിത്ത് റേ സംവിധാനം ചെയ്ത പുതുൽനാമ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രത്യേക ജൂറി പരാമർശത്തിന് സുരഭി ശർമ്മ സംവിധാനം ചെയ്ത മ്യൂസിക് ഇൻ എ വില്ലേജ് നേംഡ് 1PB ഏറ്റുവാങ്ങി. മികച്ച ഹ്രസ്വചിത്രത്തിന് യാഷ് സറഫ് സംവിധാനം ചെയ്ത മോത്തി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രത്യേക ജൂറി പരാമർശത്തിന് ചാൾസ് ലിയോ പാണ്ഡൻ സംവിധാനം ചെയ്ത ട ഏറ്റുവാങ്ങി. സിനിമ ഓഫ് റെസിഡൻസ് വിഭാഗത്തിൽ ഗ്രീഡാരൻ AKP സംവിധാനം ചെയ്ത ദളിത് സുഭയ്യ വോയിസ് ഓഫ് ദി റീബൽസ് തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രത്യേക പരാമർശത്തിന് രാംദാസ് കടവല്ലൂർ സംവിധാനം ചെയ്ത സത്യപുല്ല് ഏറ്റുവാങ്ങി. സിനിമ എക്സ്പെരിമെന്റ് വിഭാഗത്തിൽ ശ്രുതിൻ മാത്യു സംവിധാനം ചെയ്ത ദിനോസറിന്റെ മുട്ട തെരഞ്ഞെടുത്തു. പ്രത്യേക പരാമർശം തുഷാർ മാധവ് സംവിധാനം ചെയ്ത റൂം ഹംഗ്രി ഏറ്റുവാങ്ങി. FFSI ചേലൂർ വേണു പുരസ്കാരം മികച്ച മലയാളം ഹ്രസ്വചിത്രത്തിന് ചാൾസ് ലിയോ പാണ്ഡ്യൻ സംവിധാനം ചെയ്ത ട തെരഞ്ഞെടുത്തു. മികച്ച ഡോക്യുമെന്ററി ശിവ ഓങ്ങുലു സംവിധാനം ചെയ്ത റെക്കോർഡ് ഡാൻസ് തെരഞ്ഞെടുത്തു. മികച്ച ഡോക്യുമെന്ററിക്കും ഹ്രസ്വചിത്രത്തിനും 50,000 രൂപയും വെങ്കലശില്പവും പ്രശസ്തി പത്രവും, മികച്ച പരീക്ഷാത്മക ചിത്രത്തിന് സിനിമ എക്സ്പെരിമെന്റ് പ്രതിരോധ പ്രമേയങ്ങൾ അടങ്ങുന്ന മികച്ച ചിത്രത്തിന് സിനിമ ഓഫ് റെസിസ്റ്റൻസ് എന്നീ ദേശീയ പുരസ്കാരങ്ങൾ നൽകും. 25,000 രൂപയും വെങ്കലശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാളത്തിൽ നിന്നുള്ള മികച്ച ഡോക്യുമെന്ററിക്കും
ഹ്രസ്വചിത്രത്തിനും 10,000 രൂപ വീതവും വെങ്കല ശില്പവും പ്രശസ്തി പത്രവുമാണ് സമ്മാനം. ജോൺ എബ്രഹാം ജൂറി സ്പെഷ്യൽ മെൻഷൻ അവാർഡുകൾ VK ജോസഫ്, ജോൺ എബ്രഹാം സിനിമ എക്സ്പെരിമെൻ്റ് വിഭാഗത്തിലെ മികച്ച ഡോക്യുമെൻ്ററി, മികച്ച ഹ്രസ്വചിത്ര വിഭാഗം അവാർഡുകൾ മഞ്ജു ബോറ, ജോൺ എബ്രഹാം മികച്ച ഡോക്യുമെൻ്ററിക്കും ഹ്രസ്വചിത്രത്തിനുമുള്ള ജോൺ എബ്രഹാം പുരസ്കാരം സംവിധായകൻ TV ചന്ദ്രൻ എന്നിവർ സമ്മാനിച്ചു. കർഷകരുടെ നെല്ലിന്റെ താങ്ങുവില കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ മാത്തൂരിൽ കർഷക പ്രതിഷേധം. പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകരുടെ കണ്ണീർ കത്ത് പ്രധാനമന്ത്രിക്ക് അയച്ചാണ് പ്രതിഷേധം. കർഷകരുടെ നെല്ലിന്റെ താങ്ങുവില കുറയ്ക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയാണ് പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാത്തൂരിൽ കർഷകരുടെ കണ്ണീർ കത്ത് പ്രധാനമന്ത്രിക്ക് അയച്ച് നൽകി പ്രതിഷേധിച്ചത്. മാത്തൂർ ചുങ്കമന്നം പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് പ്രധാനമന്ത്രിക്ക് കണ്ണീർ കത്ത് അയച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയകുമാരൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ K ഉദയപ്രകാശ്, AR പ്രേമദാസൻ, R രാധാകൃഷ്ണൻ, C കൃഷ്ണൻ, K ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന വിധം കർഷകരുടെ അധിക ബോണസ് നിർത്തലാക്കുന്നതിന് വേണ്ടി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. ആ തീരുമാനത്തിനെതിരെ പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി അവർക്ക് പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കർഷകരുടെ കണ്ണീർ കത്ത് അയക്കുന്ന പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് 30 രൂപ, അതായത് കേന്ദ്ര ഗവൺമെൻറ് ഈ സപ്പോർട്ടിംഗ് പ്രൈസ് താങ്ങുവില വർദ്ധിക്കുന്നതിനനുസരിച്ച് സംസ്ഥാന സർക്കാർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ 23 രൂപ 65 പൈസയാണ് കേന്ദ്രത്തിൻ്റെ താങ്ങുവില. പക്ഷേ ഈ സംസ്ഥാന വിഹിതം, ഈ ഇൻസെൻറ്റീവ് കുറയ്ക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത്. ഇത് ഏറ്റവും കർഷകർക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു നടപടിയും കർഷകർ ഈ നെൽകൃഷിയിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ പ്രേരിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ഇതിനെ എന്തായാലും ശക്തിയുക്തം എതിർക്കണം എന്നാണ് ഒരു കർഷകൻ എന്ന നിലയ്ക്ക് കർഷക കോൺഗ്രസിൻ്റെയും അഭിപ്രായം. അത് പ്രാവർത്തികമാക്കാൻ എല്ലാ കർഷക സുഹൃത്തുക്കളും നമ്മളോടൊപ്പം നിന്ന് പോരാടണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വൃക്ക മാറ്റിവെച്ചവർക്ക് ജില്ലാ ആശുപത്രി വഴിയുള്ള മരുന്ന് വിതരണത്തിൽ കൂടുതൽ കരുതൽ വേണമെന്ന് ഓർഗൻ റിസീവ്ഡ് മെമ്പേഴ്സ് അസോസിയേഷൻ. മരുന്ന് കമ്പനികൾക്ക് യഥാസമയം കുടിശ്ശിക നൽകി മരുന്ന് വിതരണത്തിൽ കൃത്യത പാലിക്കാൻ സർക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ദിലീപ് ദാമോദരൻ പറഞ്ഞു. വൃക്ക മാറ്റിവയ്ക്കൽ കഴിയുന്നതോടെ പൊതുജീവൻ ലഭിക്കുന്ന സ്ഥിതിയാണ്. വൃക്ക മാറ്റിവയ്ക്കൽ കഴിയുന്നതോടെ മറ്റു രോഗങ്ങൾ വരാതിരിക്കാനും വൃക്കയുടെ സുഗമമായ പ്രവർത്തനത്തിനായും തുടർ പരിശോധനകളും മരുന്നുകളും ജീവിതാവസാനം വരെ കഴിക്കേണ്ടതുണ്ട്. വൃക്ക മാറ്റിവെച്ചവർക്ക് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തി ജില്ലാ ആശുപത്രി വഴി മരുന്ന് വിതരണം ചെയ്യുന്നത് ശ്ലാഘനീയമാണ്. എന്നാൽ പല ഡോക്ടർമാരും നിർദ്ദേശിക്കുന്ന മരുന്ന് പലപ്പോഴും കിട്ടാത്തത് പ്രതിസന്ധിയാണ്. കാരുണ്യ പദ്ധതിയിലൂടെ സൗജന്യമായി ലഭിക്കുന്ന മരുന്നിന് പുറത്ത് വില നൽകേണ്ടി വരുന്നത് നിർധനരായവർക്ക് വിഷമം സൃഷ്ടിക്കുന്നുണ്ട്. പ്രതിസന്ധികൾ പരിഹരിക്കാനായി അധികൃതർക്ക് നിവേദനം സമർപ്പിക്കും. ഓർമ്മയുടെ 6ാം വാർഷികം ഫെബ്രുവരി 14 പറളി MBN ഓഡിറ്റോറിയത്തിൽ നടക്കും. അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ, പരസ്പര സഹായ വിതരണം, കലാപരിപാടികൾ എന്നിവ നടക്കുമെന്നും ദിലീപ് ദാമോദരൻ പറഞ്ഞു. ഞങ്ങൾക്ക് കിഡ്നി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുതിയൊരു ജീവിതം കിട്ടുകയാണ്. അതൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു ജീവിതം തന്നെയാണ്. പക്ഷെ അത് നിലനിർത്തി കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ മരുന്നാണ് മുഖ്യമായിട്ടുള്ളൊരു വിഷയം വരുന്നത്. നമുക്ക് ജില്ലാ പഞ്ചായത്തിന്റെ സ്നേഹസ്പർശ പദ്ധതി പ്രകാരം അതിനൊരു ഫണ്ട് അനുവദിക്കുകയും ജില്ലാ ആശുപത്രിയിൽ നിന്ന് ബുധനാഴ്ചകളിൽ അവയവം മാറ്റി വെച്ചിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. സ്നേഹസ്പർശ പദ്ധതി വഴി ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതന്നെ നമുക്ക് വലിയൊരു ഉപകാരമാണ് ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്ന പദ്ധതി. അപ്പോൾ അത് നന്ദിപൂർവ്വമാണ് നമ്മൾ സ്മരിക്കുന്നത്. പക്ഷെ അതിന് ചെറിയൊരു പ്രതിസന്ധി എന്ന് വെച്ചാൽ നമ്മൾ പല ആശുപത്രികളിലാണ് കഴിക്കുന്നുണ്ടാവുക ആളുകൾ. അപ്പോൾ പല ബ്രാൻഡുകളാണ് കഴിക്കുന്നത്. മെയിനായിട്ട് മുഖ്യമായിട്ട് 2 മരുന്നുകളാണ് കഴിക്കുന്നത്. അത് വിവിധ ബ്രാൻഡുകളാവുമ്പോൾ അത് കൂടുതൽ ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡ് എപ്പോഴും അവിടുന്ന് ലഭിക്കുന്നില്ല എന്നുള്ള ചെറിയൊരു പ്രതിസന്ധി മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള രീതിയിൽ നമ്മളൊരു അപേക്ഷ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് സമർപ്പിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡുകൾ എപ്പോഴും ലഭ്യമാക്കി തരാൻ വേണ്ടി. പിന്നെ ഈ പ്രതിസന്ധി വരാനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ജില്ലാശുപത്രിയിൽ നിന്ന് മരുന്ന് സപ്ലൈ ചെയ്യുന്നത് KMCയിൽ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴിയാണ് വരുന്നത്, കാരുണ്യ വഴി. അപ്പൊ അവിടെ മരുന്ന് സപ്ലൈ വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ്
മുമ്പ് ഒരു മരുന്ന് അതേമാതിരി കൂടുതൽ ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് മരുന്ന് വരാത്തപ്പോൾ നമ്മൾ വിവരാവകാശം കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഈ KMCL മരുന്ന് കമ്പനിക്ക് 1.5 കോടിയോളം രൂപ കൊടുക്കാൻ കുറിച്ചൊക്കെ ബാക്കിയിട്ടുണ്ട്. അത് തീർന്നു. അതിപ്പോൾ മരുന്ന് വരുന്നുണ്ട്. പക്ഷെ അത് വരാൻ തുടങ്ങിയപ്പോൾ വേറൊരു കമ്പനി മരുന്ന് അവിടെ സ്റ്റോപ്പായി നടത്താം. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങളെപ്പോഴും പ്രതിസന്ധിയിലാണ്. പ്രസിഡന്റ് അബ്ബാസ് പുളിക്കൽ, യാഹുൽ ഹമീദ്, ശ്രീദേവി കൃഷ്ണകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പി മമ്മിക്കുട്ടി MLA-യുടെ 2024-25 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ച് ഷൊർണൂർ ചുടുവാലത്തൂർ ശകുന്തള റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ദീർഘനാൾ നഗരസഭാ കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്ന ശകുന്തളയുടെ നാമകരണത്തിലാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ കെ വിനോദ് സ്വാഗതം പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ്, മുനിസിപ്പൽ സെക്രട്ടറി PS രാജേഷ്, മുനിസിപ്പൽ എഞ്ചിനീയർ ഷൈനി, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KN അനിൽകുമാർ, മുൻ കൗൺസിലർ KM ലത, ADS ചെയർപേഴ്സൺ P ദിവ്യ, കോൺട്രാക്ടർ PK രാമചന്ദ്രൻ, ND ദിൻഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. വാണിയംകുളം പഞ്ചായത്തിലെ ഇടപ്പള്ളിയാൽ റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് K ശ്രീജ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം PB സുശീല അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർമാൻ NM അബ്ദുൾ സലാം, പഞ്ചായത്ത് അംഗം അനിൽകുമാർ, K ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. MLA ഫണ്ടിൽ നിന്നും 15 ലക്ഷം ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചത്. ഈ മാസം 14 മുതൽ 16 വരെ കോട്ടയത്ത് നടക്കുന്ന KSTA-യുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഒറ്റപ്പാലം ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. KSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം MR മഹേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ്, ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് കഴിഞ്ഞ 10 കൊല്ലമായി നടപ്പിലാക്കിയ നല്ല നിർദ്ദേശങ്ങളും നല്ല പദ്ധതികളും പൊതുജനങ്ങളെല്ലാം ഹൃദയപൂർവ്വം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങൾക്കൊരു വലിയ സമാധാനം ഉണ്ടായിരിക്കുകയാണ്, ഒരു ആശ്വാസം ഉണ്ടായിരിക്കുകയാണ്. അവരുടെ കുട്ടികൾക്ക് മികച്ച ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കിട്ടിയ കാലഘട്ടമാണ് കഴിഞ്ഞ 10 കൊല്ലം. ഇപ്പോൾ ഇതിനെതിരെ വ്യാപകമായ എതിർപ്രചരണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ലീഗിന്റെ ഭാഗത്തുനിന്നും BJP-യുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രാഷ്ട്രീയമായി ഇനി അടുത്ത ഗവൺമെന്റ് ഇടതുപക്ഷമാണ് എങ്കിൽ ഇവിടെ UDF-ന്റെ അടിത്തറ വീണ്ടും തകർന്നു തരിപ്പണമാവും. BJP-ക്ക് വളരാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇനിയും കേരളത്തിൽ രൂപപ്പെട്ടിട്ടില്ല. കാരണം കൃത്യമായ ഒരു ഇടതുപക്ഷ മനസ്സുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇന്നും കേരളത്തിലുണ്ട്. അതിനെ പൂർണ്ണമായിട്ടും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. 10 കൊല്ലത്തെ ഇടതുപക്ഷ ഭരണം കൊണ്ട് നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസകരമായ നിരവധി ആനുകൂല്യങ്ങൾ ലഭിച്ച കാലഘട്ടമാണ് കടന്നുപോയത്. ഉപജില്ലാ പ്രസിഡന്റ് S സുജീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ നിർവാഹക സമിതി അംഗം PM വെങ്കിടേശൻ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ഉപജില്ലാ സെക്രട്ടറി S ഗിരീഷ് സ്വാഗതവും ഉപജില്ലാ വൈസ് പ്രസിഡന്റ് K സുധീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ ഗവൺമെന്റ് ആശുപത്രി പാലിയേറ്റീവ് കെയറിലേക്ക് വീൽ ചെയർ നൽകി. ഷൊർണൂർ നഗരസഭ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ D സിമി, നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മലയ്ക്ക് വീൽ ചെയർ കൈമാറി. അവരാരംഭിച്ചിട്ടുള്ള ഫുഡ് സ്വന്തം പ്രിപ്പയർ ചെയ്ത് അത് വിറ്റ് അതിൽ നിന്ന് കിട്ടിയ പണവും മറ്റ് സ്വയം തൊഴിൽ സംരംഭങ്ങളായിട്ടുള്ള ഹാൻഡ് വാഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൈസയും ഉപയോഗിച്ച് വാങ്ങിയിട്ടുള്ള വീൽ ചെയർ പാലിയേറ്റീവ് രോഗികൾക്ക് വേണ്ടി ഹോസ്പിറ്റലിന് കൈമാറുകയാണ്. ഇതിൻ്റെ നിർവ്വഹണം നിർവഹിച്ചതായി അറിയിച്ചു. തുടർന്ന് P നിർമ്മലയിൽ നിന്നും ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീഹരി വീൽ ചെയർ ഏറ്റുവാങ്ങി. NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റിലൂടെ സമാഹരിച്ച തുക വിനിയോഗിച്ചാണ് വീൽ ചെയർ വാങ്ങി നൽകിയത്. നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK സൗമ്യ, വാർഡ് കൗൺസിലർമാരായ മുരുകൻ, പുഷ്പലത, മുഹമ്മദ് ആഷിഖ്, ലത, P ജിഷ, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, NSS കോർഡിനേറ്റർ അൽഫോൺസ് സെബാസ്റ്റ്യൻ, അധ്യാപകരായ ആശാ C വിൻസൻ, KR അശ്വതി, പാലിയേറ്റീവ് നഴ്സ് K ശ്രീദിവ്യ, ആശാ വർക്കർ ശൈലജ, NSS വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇത്തരത്തിലുള്ള നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ചുരുങ്ങിയ കാലയളവിൽ ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് നടപ്പിലാക്കി വരുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ഗണേഷ് ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ച ഇൻസിനറേറ്റർ ഉദ്ഘാടനം ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല നിർവഹിച്ചു. ഷൊർണൂർ നഗരസഭയും ഹരിത കേരള മിഷനും സംയുക്തമായാണ് ഇൻസിനറേറ്റർ സ്ഥാപിച്ചത്.
സ്ഥാപിക്കുന്നതിന് വേണ്ടി ഹരിത മിഷൻ ഈ പ്രവർത്തനം ഇവിടെ നടത്തുന്നത്. നമ്മുടെ ഹൈസ്കൂളിനാണ് ആദ്യമായിട്ട് ഇത് നൽകുന്നത്. അതുപോലെ തന്നെ ഇനി SM കോളേജിലും സ്ഥാപിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, മാലിന്യ സംസ്കരണവും വ്യക്തി ശുചിത്വവും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമേറിയ സംഭവങ്ങളാണ്. മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭ നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചു വരുന്നത്. ഹെൽത്ത് വിഭാഗം വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുകയും ഹരിതകർമ്മസേനയും മറ്റു തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്ന് നമ്മുടെ നാടും നഗരവും എല്ലാം നല്ല രീതിയിൽ മാലിന്യ സംസ്കരണം നടത്തി വരുന്നത്. വിദ്യാർത്ഥികളായി നിങ്ങളും അതിൽ പങ്കുചേരണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പ്ലാസ്റ്റിക് തരംതിരിച്ച് സംസ്കരിക്കുകയും അതുപോലെ തന്നെ പഴകിയ ചെരുപ്പുകളും ബാഗ് അതുപോലെ തെർമോക്കോൾ ഇതെല്ലാം തരംതിരിച്ച് സംസ്കരിക്കുമ്പോൾ നമ്മൾ വിദ്യാർത്ഥികളായ നമ്മൾ എന്താ ചെയ്യുന്നത്, മുട്ടായി കവറ് അതുപോലെ ലേസ് ഈ വക സാധനങ്ങളൊക്കെ എടുത്ത് ഭക്ഷിച്ചു കഴിഞ്ഞ് അത് റോഡിൽ ഉപേക്ഷിച്ചു പോകുന്ന ഒരു ശീലമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഗണേശഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഷൊർണൂർ നഗരസഭയുടെയും ഹരിത കേരള മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇൻസിനറേറ്റർ സ്ഥാപിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK സൗമ്യ അധ്യക്ഷയായി. ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ K സിത്താര പദ്ധതി വിശദീകരിച്ചു. KP അശ്വതി ആർത്തവ ശുചിത്വ ക്ലാസ് എടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ശിവൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ്, സ്കൂൾ PTA പ്രസിഡന്റ് മനോജ്, അധ്യാപകനായ K മധു, HM A ലൂണ എന്നിവർ സംസാരിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ സ്റ്റീൽ ബാരിക്കേഡിൽ തട്ടി 12 വയസ്സുകാരന്റെ കണ്ണിന് ഗുരുതര പരിക്ക് പറ്റി. പാലക്കാട് ആലത്തൂർ സ്വദേശി അനീവ് എന്ന ബാലനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ദേവസ്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങി കുട്ടിയുടെ രക്ഷിതാക്കൾ. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെ ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള പുറത്തേക്കുള്ള വഴിയിലായിരുന്നു അപകടം. വഴിയിൽ സ്ഥാപിച്ചിരുന്ന സ്റ്റീൽ ബാരിക്കേഡിൻ്റെ തകരാർ മൂലം അതിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുകയായിരുന്ന കമ്പി കുട്ടിയുടെ കണ്ണിൽ തറക്കുകയായിരുന്നു. അപകടത്തിൽ കുട്ടിയുടെ കൃഷ്ണമണിക്ക് താഴെയും കൺപോളയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ബാലനെ അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ ഭഗവതി അമ്പലത്തിൻ്റെ സൈഡിലെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ കൈവരി വെച്ചിട്ടുണ്ടായിരുന്ന ബാരിക്കേഡിൻ്റെ ഒരു എഡ്ജ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് അവരുടെ കണ്ണിൽ തറക്കുകയാണ് ഉണ്ടായത്. തട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ ദേവസ്വം ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അതിനുശേഷം അവിടുന്ന് അമലേരിക്ക് റെഫർ ചെയ്തു. അവിടെ ചെക്കപ്പ് ചെയ്തപ്പോഴാണ് കണ്ണിൽ വലിയൊരു മുറിവുണ്ടായിരുന്നത് മനസ്സിലായി. പിന്നെ അവിടുന്ന് നമ്മൾ ഇവിടെ അങ്കമാലി ഹോസ്പിറ്റലിലേക്ക് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ട് ഇവിടെ ചെറിയൊരു സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുകയാണ്. ഇത്ര വലിയൊരു അമ്പലത്തിൽ ഇങ്ങനെ തീരെ സുരക്ഷയില്ലാതെ ഒന്നും അവിടെ വെച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. കണ്ണിൻ്റെ ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചികിത്സകൾക്കുമായി ഏകദേശം 60,000 രൂപയോളം ചിലവ് വരുമെന്നാണ് പ്രാഥമിക വിവരം. തിരക്കേറിയ ക്ഷേത്രം പരിസരത്ത് ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡുകളുടെ ശോച്യാവസ്ഥയാണ് അപകടത്തിന് കാരണമായതെന്ന് ആക്ഷേപമുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ദേവസ്വത്തിന് കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നിരോധിത പുകയില വിപണനം നടത്തുന്ന വ്യാപാരിയെ ചെറുതുരുത്തി SI നിഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ദേശമംഗലം പഞ്ചായത്തിലെ കൊണ്ടയൂരിൽ കട നടത്തുന്ന ആലിക്കൽ വീട്ടിൽ റഫീഖിന്റെ കടയിൽ നിന്നാണ് നിരോധിത പുകയില പിടിച്ചെടുത്തത്. 50ഓളം പാക്കറ്റുകൾ കടയിൽ നിന്നും കണ്ടെടുത്തു. കുപ്രസിദ്ധ ഭണ്ഡാര മോഷ്ടാവ് കൈലിയാട് മണികണ്ഠൻ പോലീസിന്റെ പിടിയിൽ. കോങ്ങാട് പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ജില്ലകളിൽ വിവിധ ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയതായി പ്രതി പോലീസിനോട് പറഞ്ഞു. ചെർപ്പുളശ്ശേരി, തൃത്താല, പൊന്നാനി മേഖലകളിൽ സ്ഥിരമായി അമ്പലങ്ങളിലെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തി നാട്ടുകാരുടെയും പോലീസിന്റെയും ഉറക്കം കെടുത്തിയ പ്രതി ഷൊർണൂർ കൈലാട് സ്വദേശി മണികണ്ഠനാണ് കോങ്ങാട് പോലീസിന്റെ പിടിയിലായത്. കോങ്ങാട് പാറശ്ശേരി മൂകാംബിക ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് 5000 രൂപയും 6 ഗ്രാം തൂക്കം വരുന്ന സ്വർണവും ചെയിനും മോഷണം പോയതിന് കോങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് പ്രതിയെ പിടികൂടിയത്. കോങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ പുലാപ്പറ്റ ചെറുനാലിശ്ശേരിക്കാവ് ക്ഷേത്രത്തിലെ ഭണ്ഡാര മോഷണം പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഭണ്ഡാരങ്ങൾ മാത്രം കുത്തി തുറക്കുന്നതിനാണ് ഇയാൾക്ക് ഭണ്ഡാരം മണി എന്ന് പേര് വന്നത്. സമാന മോഷണം നടത്തിയതിന് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം പ്രതി കോങ്ങാട്, ചെർപ്പുളശ്ശേരി, തൃത്താല, പൊന്നാനി ഭാഗങ്ങളിൽ നിരവധി അമ്പലങ്ങളിലെ ഭണ്ഡാരങ്ങളാണ് പൊളിച്ച് പണം കവർന്നത്. ജില്ലയിൽ പലയിടങ്ങളിൽ മോഷണം നടത്തിയതായി പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് നടന്ന് ക്ഷേത്രങ്ങളിലെത്തി ക്ഷേത്ര പരിസരത്ത് നിന്നും കിട്ടുന്ന കമ്പി, മറ്റായുധങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തുകയാണ് ഇയാളുടെ രീതി.
മണ്ണാർക്കാട് DYSP M സന്തോഷ് കുമാറിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കോങ്ങാട് CI സുജിത് കുമാർ, SI അതുൽ മോഹൻ, ASI-മാരായ KV സുനിൽകുമാർ, സാജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ റിയാസുദ്ദീൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വികസന സന്ദേശയാത്രയുടെ ഭാഗമായി മങ്കര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുയോഗം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും കോങ്ങാട് നിയോജക മണ്ഡലം സെക്രട്ടറിയുമായ PA ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ ER ശശി അധ്യക്ഷത വഹിച്ചു. CM അബ്ദുൾ റഹ്മാൻ, OM മോഹൻരാജ്, PP സദാശിവൻ, KG അനീഷ് എന്നിവർ സംസാരിച്ചു. K രാധാകൃഷ്ണൻ സ്വാഗതവും ചെന്താമരാക്ഷൻ നന്ദിയും പറഞ്ഞു. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളുണ്ട്, മറ്റ് 28 സംസ്ഥാനങ്ങൾ. അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ നാട്. ഇന്ത്യയുടെ ഭരണഘടന പ്രവർത്തിക്കുന്ന നാടാണ്, ജനാധിപത്യമുള്ള നാടാണ്, വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടിയ നാടാണ്, ആരോഗ്യ പരിചരണം എല്ലാവർക്കും ഉള്ള നാടാണ്, സാമൂഹിക പരിരക്ഷ എല്ലാവർക്കും ഉള്ള നാടാണ്, അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യനുമുള്ള നാടാണ്. നിങ്ങൾ ഏത് അളവ് പോലെ എടുത്തു നോക്കിയാലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജീവിത നിലവാരമുള്ള നാട് കേരളമാണ്. ഇന്ത്യയുടെ മാത്രമല്ല, പല ഘടകങ്ങളിലും ലോക നിലവാരത്തിലാണ് കേരളത്തിന്റെ വളർച്ച. ഏഴാം കടൽ കടന്നെത്തിയ ജർമ്മനിയിലെ 33 അംഗങ്ങൾ കേരളത്തിന്റെ തനിമ ചിട്ടപ്പെടുത്തിയ എൻ്റെ കേരളം എന്ന നൃത്തരൂപം കണ്ടു മതിമറന്നവർ തിരിച്ചുപോയി. കേരളത്തിലെ അറിയപ്പെടുന്ന കവികളെ എഴുതി ചിട്ടപ്പെടുത്തിയ എൻ്റെ കേരളത്തിന്റെ ദൃശ്യാവിഷ്കാരം വിവിധ വേഷങ്ങളിൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അരങ്ങേറിയപ്പോൾ നയനമനോഹര കാഴ്ചയാണ് സമ്മാനിച്ചത്. ജർമ്മനിയിൽ നിന്നെത്തിയ 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരും സ്ത്രീകളും അടക്കം 33 പേരാണ് കേരളത്തിൻ്റെ കലാനൃത്തരംഗങ്ങൾ കാണാനും കലാമണ്ഡലത്തിലെ നടക്കുന്ന വിവിധ ക്ലാസ് കാണാനും പഠനകളരികളും മറ്റുമായി ഇവർ എത്തിയത്. കലാമണ്ഡലം വകയായി ഭരതനാട്യം, മോഹിനിയാട്ടം, കൂടിയാട്ടം, കുച്ചിപ്പുടി, കഥകളി, ഓട്ടംതുള്ളൽ എന്നിവ ഉൾപ്പെടുത്തി 21 പെൺകുട്ടികൾ അവതരിപ്പിച്ച എൻ്റെ കേരളം നൃത്താവിഷ്കാരം കൺകുളിർക്കെ കാണുകയും ഒപ്പം നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും പങ്കെടുത്ത കലാകാരികൾക്കും അധ്യാപകർക്കും കലാമണ്ഡലത്തിനും നന്ദിയും അറിയിച്ചുകൊണ്ടാണ് അവർ യാത്ര പിരിഞ്ഞത്. ഈ മാസം 3-ാം തീയതി ജർമ്മനിയിൽ നിന്ന് പുറപ്പെട്ട ഡൽഹി, ആഗ്ര, താജ്മഹൽ, കൊച്ചി, കലാമണ്ഡലം, മറ്റ് വിവിധ ക്ഷേത്രങ്ങളും ചർച്ചുകളും മുസ്ലിം പള്ളികളും കണ്ടതിന് ശേഷം 17-ാം തീയതി തിരിച്ചു പോകുകയുള്ളൂ എന്ന് ജർമ്മനിയിലെ ക്രിസ്ത്യൻ പള്ളിയിൽ ഫാദർ തൃശ്ശൂർ സ്വദേശി ജോൺ പോൾ പറഞ്ഞു. കേരളത്തിൻ്റെ തനിമയെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും കേരളത്തിൻ്റെ തനത് കലകളെ കൂടുതൽ അടുത്ത് അറിഞ്ഞ് പരിചയപ്പെടാനും ജർമ്മനിയിൽ നിന്ന് ഞങ്ങൾ 33 പേരടങ്ങുന്ന ഒരു സംഘം ഇവിടെ എത്തുകയും എൻ്റെ കേരളം എന്ന ഈ പരിപാടി കാണുകയും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. കേരളത്തിൻ്റെതായ എല്ലാ തനത് കലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ മനോഹരമായ ഈ നൃത്തരൂപം വിദേശികളായ ജനങ്ങൾക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും അതുവഴി നമ്മുടെ സംസ്കാരത്തിൻ്റെ സമ്പത്ത് അവരെ ബോധ്യപ്പെടുത്താനും നമുക്ക് സാധിക്കുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് ഞങ്ങൾ കൂടെ വന്നിട്ടുള്ള എല്ലാവരും വളരെ സന്തോഷമാണ്. ഇത്തരം ഈ പരിപാടി, ഇന്നത്തെ ഈ എൻ്റെ കേരളം എന്ന പ്രോഗ്രാം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെയേറെ സന്തോഷം തോന്നി. കേരളത്തിൻ്റെ തനത് സാംസ്കാരികമായിട്ടുള്ള ഈ നൃത്ത രൂപങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചതിൽ വളരെ സന്തോഷം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കണയും അധോലോക രാജാവ്, വീരമംഗലം കതിരവൻ, തൂത, ബിഗ് ബി, എഴുവന്തല, വീരസേനപതി ഇവരൊന്നും ആനകളല്ല, ഇണക്കാളകൾ ആണ്. ഇണക്കാളകൾക്കുമുണ്ട് ആരാധകർ ഏറെ. ആനകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ഏക്കം നൽകുന്ന നാട്ടിൽ ഇപ്പോൾ തലവലിപ്പമുള്ള ഇണക്കാളകൾക്കും ഏക്കത്തുക ലക്ഷങ്ങൾ മറികടന്നു. ആനകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ഏക്കം നൽകുന്ന നാട്ടിൽ ഇപ്പോൾ തലവലിപ്പമുള്ള ഇണക്കാളകൾക്കുമുള്ള ഏക്കത്തുകയും ലക്ഷങ്ങൾ മറികടന്നു. ഏറ്റവും കൂടുതൽ കാളവേലകൾ നടക്കുന്ന വള്ളുവനാട്ടിലാണ് ഇണക്കാളകൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ വർദ്ധിക്കുന്നത്. ഈ സീസണിൽ 30 അടി ഉയരത്തിലുള്ള കാളകൾ വരെയാണ് ഉത്സവത്തിന് എത്തിക്കാൻ ഒരുങ്ങുന്നത്. 100-ലധികം കാളവേല കമ്മിറ്റികളുള്ള വേലകളിലാണ് ഇണക്കാളകൾക്ക് വേണ്ടി 1 ലക്ഷത്തിലധികം രൂപ ഏത്തത്തുകകൾ നൽകി കാളകളെ ഉത്സവത്തിനിറക്കുന്നത്. 28 അടി ഉയരമുള്ള ഇണക്കാളകൾക്ക് 80,000 രൂപയാണ് ഒരു ദിവസത്തെ വാടകയെങ്കിലും
ആവശ്യക്കാർ കൂടുമ്പോൾ അത് 1,00,000 മറികടക്കാറുണ്ടെന്നും ഉടമകൾ പറയുന്നു. കാളയുടെ ഉയരം, കണ്ണിൻ്റെ ഭംഗി, ചെവിയുടെ ആകൃതി, നാക്ക്, മൂക്ക്, വർണ്ണനിറത്തിലുള്ള ലൈറ്റുകൾ എന്നിവ നോക്കി അതിൻ്റെ ഏറ്റവും മികവുറ്റതിനെയാണ് കമ്മിറ്റികൾ പൂരത്തിന് കാഴ്ചവെക്കുക. ആനക്കേമന്മാരായ തെച്ചിക്കോട്ട് രാമേന്ദ്രനും തൃക്കടവൂർ ശിവരാജുവും പാമ്പാടി രാജനും വേണ്ടി കമ്മിറ്റികൾ ലക്ഷങ്ങൾ ഏക്കം വിളിക്കുമ്പോൾ ഇങ്ങ് വള്ളുവനാടൻ കാളവേലകളിൽ കണയം അധോലോക രാജാവും വീരമംഗലം കതിരവനും തൂത ബിഗ് ബിയുമെല്ലാം ഇണക്കാളകളിലെ താരങ്ങളാണ്. ചെർപ്പുളശ്ശേരി പുത്തനാലക്കൽ കാളവേല, കോങ്ങാട് കുന്നുപുള്ളിക്കാവ് വേല, ഓങ്ങല്ലൂർ കടപ്പുറമ്പത്തുകാവ് പൂരം, കണയം കാളവേല, തൃപ്പറ്റപ്പൂരം, മുളയൻകാവ് കാളവേല, കൈലാട് കാളവേല തുടങ്ങിയ ഉത്സവങ്ങളിൽ 100-ലധികം കാളകളെയാണ് ഉത്സവത്തിലെത്തിക്കുക. പാലക്കാട് ജില്ലയിൽ മാത്രം 350 ജോഡി കാളകളെയാണ് ഇത്തവണ ഉത്സവത്തിനായി ഒരുക്കിയിട്ടുള്ളത്. ചെർപ്പുളശ്ശേരി, വീരമംഗലം, മുളയൻകാവ്, കണയം, മുണ്ടക്കോട്ട് കൃഷി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നിലവിലെ കാളകൾ നിർമ്മിക്കുന്നത്. 15 ലക്ഷത്തോളം രൂപയാണ് ഒരു കാള നിർമ്മിക്കാൻ വേണ്ടി വരുന്ന ചിലവ്. 15 അടി മുതലുള്ള കാളകൾക്ക് 10 ജോലിക്കാരെയെങ്കിലും ഉത്സവപ്പറമ്പുകളിൽ നിയന്ത്രിക്കാൻ ആവശ്യമാണെന്നും ഓൾ കേരള കാള വർക്കർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കണയം ദാസൻ പറഞ്ഞു. ഇന്ന് പല ക്ഷേത്രങ്ങളിലേക്കും നല്ല രീതിയിൽ കാളകളെ കെട്ടി എഴുന്നള്ളിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഈ കാള വർക്കർ അസോസിയേഷൻ സംഘടനയെ കൊണ്ട് നല്ല രീതിയിൽ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റികൾക്കായാലും ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ നടപ്പിലാക്കുവാൻ ഇന്ന് ഈ കാള വർക്കർ അസോസിയേഷൻ സംഘടന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇന്നത് സാധ്യമായി വരുന്നത്. മറ്റ് പല ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയുടെ ഭാരവാഹികൾ കൃത്യമായും അത് സംഘടനയെ വിളിച്ചറിയിക്കുന്നുണ്ട്. ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷം ആണ് അത് സാധിച്ചത്. അതുപോലെ തന്നെ ഇന്ന് പല ക്ഷേത്രങ്ങളിൽ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഈ കെട്ടുകാളകളെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ട് തന്നെയാണ് അത് പൂർവികരായിട്ട് കൊണ്ടുവന്നതാണ്. അത് ഇന്ന് നിലനിർത്തി കൊണ്ടുപോകുന്നത് ഇന്നത്തെ പുതിയ തലമുറകൾ അത് ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് നടത്തി വരുന്നത്. ആദ്യകാലങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും, മുളയൻകാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പൊൻപിലായ കൈലിയാട്, മുണ്ടക്കോട്ട് കൃഷി, കണയം എന്നീ പല പ്രദേശങ്ങളിൽ ഈ കെട്ടുകാളകളെ നിർമ്മിക്കുന്ന ആളുകളായിരുന്നു പ്രവർത്തിച്ചു വരുന്നത്, വീരമംഗലത്തുൾപ്പെടെ. ഇന്നതിൻ്റെ ആധുനിക രീതിയിൽ പല ആധുനിക സാങ്കേതിക പ്രവൃത്തിയിൽ ഇന്ന് പുതിയ തലമുറകളെ ഏറ്റെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ജനങ്ങൾക്ക് ആകർഷകമായ രീതിയിൽ അതിൻ്റെ കണ്ണിൻ്റെ പ്രവർത്തനങ്ങൾ, കാത്, ചെവി, നാവ്, മൂക്ക് പല രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഇന്ന് നടത്തി വരുന്നുണ്ട്. അത് പല ക്ഷേത്രങ്ങളിലും ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. ഇന്ന് ആദ്യകാലങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും, ഇന്ന് ആനകളെ പറ്റി നമുക്കറിയാം, കാളകളെ പറ്റി നമുക്കറിയാം. ഈ ആനകളുടെ എണ്ണങ്ങൾ ഇന്ന് ഈ കേരളത്തിൽ കുറവായത് വന്നതുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങളെ ആകർഷിച്ചു വരുന്നത് ഇന്ന് കെട്ടുകാളകളെയാണ്. ഇന്നും നാളെയും മറ്റന്നാളും നടക്കുന്ന വേങ്ങര, പുത്തനാനക്കൽ, കണയം കാളവേലകളിൽ ലക്ഷങ്ങൾ ലേക്കം നൽകി കമ്മിറ്റിക്കാർ എത്തിക്കുന്ന കാളകളുടെ പ്രത്യേകതകളാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സ്വാമി നിർമ്മലാനന്ദ യോഗി പുരസ്കാരം ഇസാഫ് സ്ഥാപകൻ ഡോക്ടർ കെ പോൾ തോമസിന് നൽകും. വിദ്യാഭ്യാസ മേഖലയ്ക്കും സ്ത്രീ ശാക്തീകരണത്തിനും ഡോക്ടർ പോൾ സമ്മാനിച്ച സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 9ാമത് പുരസ്കാരമാണിതെന്നും സ്വർണ്ണപ്പതക്കവും മൊമൻറ്റോയും ആണ് പുരസ്കാരമെന്നും പാലക്കാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ BSSET പ്രസിഡന്റ് സി ബാലചന്ദ്രൻ പറഞ്ഞു. ബ്രഹ്മാനന്ദ സ്വാമിയുടെ ഉത്തമ ശിഷ്യനായിരുന്ന നിർമ്മലാനന്ദ സ്വാമി BSSന്റെ സ്ഥാപക മാനേജരാണ്. ആനന്ദമാണ് മതമെന്ന തത്വത്തിലൂടെയുള്ള നിർമ്മലാനന്ദ സ്വാമിയുടെ നവോത്ഥാന പ്രവർത്തനം ഏവരും അംഗീകരിക്കപ്പെട്ടതാണ്. നിർമ്മലാനന്ദ സ്വാമിയുടെ പേരിൽ നൽകുന്ന 9ാമത് പുരസ്കാരമാണ് പോൾ വർഗീസിന് സമ്മാനിക്കുന്നത്. സ്വർണ്ണപ്പതക്കവും മൊമൻറ്റോയുമാണ് പുരസ്കാരമെന്നും ബാലചന്ദ്രൻ പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഒരു നിറസാന്നിധ്യവുമായിരുന്നു സ്വാമി നിർമ്മലാനന്ദ യോഗി. അദ്ദേഹം 2007 ആഗസ്റ്റ് 13 സമാധിയായി. അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി BSS എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഏർപ്പെടുത്തിയതാണ് സ്വാമി നിർമ്മലാനന്ദ യോഗി പുരസ്കാരം. കഴിഞ്ഞ 9 വർഷമായി പുരസ്കാരം നൽകി വരുന്നു. ഇത് 10ാമത്തെ വർഷമാണ്. ഈ വർഷത്തെ സ്വാമി നിർമ്മലാനന്ദ യോഗി പുരസ്കാരം, 10ാമത്തെ വർഷത്തെ സ്വാമി നിർമ്മലാനന്ദ യോഗി പുരസ്കാരം നാം നൽകുന്നത്, അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ശ്രീ പോൾ തോമസ്. അദ്ദേഹം ഇസാഫ് ബാങ്കിന്റെ MDയും
സിഇഒയുമാണ്. റിസർവ് ബാങ്കിന്റെ സ്ഥാപകൻ. അതുകൂടാതെ അദ്ദേഹം സാമൂഹ്യ രംഗത്ത് അതുപോലെ തന്നെ നമ്മുടെ പൊതുരംഗത്ത് വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മാന്യദേഹമാണ്. ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം വി ശ്രീനിവാസനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാധ്യമപ്രവർത്തകൻ മൊയ്തീൻകുട്ടിയെ കല്ലൂർ ബാലന്റെ അനുസ്മരണ ദിനത്തിൽ ആദരിച്ചു. 25 വർഷങ്ങളായി ബാലന്റെ കഴിവുകളും പരിസ്ഥിതി പ്രവർത്തനങ്ങളും സത്യസന്ധമായി പുറം ലോകത്തെ അറിയിച്ചതിനാണ് അദ്ദേഹത്തെ ഉപകാരം നൽകി ആദരിച്ചത്. STV ചാനലിന്റെ പത്തിരിപ്പാല ബ്യൂറോ ലേഖകൻ കൂടിയാണ് മൊയ്തീൻകുട്ടി. ബൈക്കിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനാൽ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാനായില്ല. തുടർന്നാണ് സംഘാടകരും ബാലന്റെ മക്കളും വൈകിട്ട് വീട്ടിലെത്തി ആദരിച്ചത്. സംഘാടക സമിതി കൺവീനർ കിഷോർ സ്വാമി മങ്കര പൊന്നാട നൽകി ആദരിച്ചു. ബാലന്റെ മകൻ രതീഷ് ബാലനും ചെയർമാൻ തങ്കപ്പൻ മാസ്റ്ററും മറ്റു സംഘാടകരും ചേർന്ന് അദ്ദേഹത്തിന് ഉപഹാരവും സമ്മാനിച്ചു. ബാലേട്ടന്റെ വലം കൈയായ മാധ്യമ സുഹൃത്താണ് മൊയ്തീൻകുട്ടിയെന്ന് കിഷോർ സ്വാമി മങ്കര പറഞ്ഞു. ദൃശ്യമാധ്യമത്തിന്റെയും ഈ ഭാഗങ്ങളിലെല്ലാം ചുക്കാൻ പിടിക്കുന്ന വളരെ നിഷ്കളങ്കനും ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാകുന്നത് വരെ ക്ഷമയോട് കാത്തിരുന്ന് എല്ലാവരുടെയും ഇഷ്ടം സമ്പാദിച്ച ഒരു മഹാവ്യക്തിത്വമാണ്. ബാലേട്ടനായിട്ടുള്ള കല്ലൂർ ബാലേട്ടനായിട്ടുള്ള അടുപ്പം എത്ര തന്നെ പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അദ്ദേഹത്തെ ഈ ലോകത്തിന് മുമ്പിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുത്തിയ ഒരു വിശിഷ്ട വ്യക്തി കൂടിയാണ് ശ്രീ മൊയ്തീൻ ക. തങ്കപ്പൻ മാസ്റ്റർ, രതീഷ് ബാലൻ, സ്വാമി കിഷോർ മങ്കര, പരിസ്ഥിതി പ്രവർത്തകരായ KK റഹ്മാൻ, അപ്പൂട്ടൻ കല്ലൂർ എന്നിവരും കൂടെയുണ്ടായിരുന്നു. ആദരിച്ചതിന് മൊയ്തീൻകുട്ടി നന്ദിയും പറഞ്ഞു. ഇടശ്ശേരിയുടെ കവിതകളെ മുൻനിർത്തി ഡോക്ടർ രാഘവൻ പയ്യനാട് രചിച്ച് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ക്ലോസ് ലവി സ്റ്റോസിന് ഒരു ഭാഷ്യം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു. വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ ഇടശ്ശേരിയുടെ മകൻ മാധവൻ ഇടശ്ശേരിക്ക് നൽകി പ്രകാശനം ചെയ്തു. ജർമ്മനിയിൽ നിന്നെത്തിയ 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരും സ്ത്രീകളും അടക്കം 33 പേരാണ് കേരളത്തിൻ്റെ കലാനൃത്തരംഗങ്ങൾ കാണാനും കലാമണ്ഡലത്തിലെ നടക്കുന്ന വിവിധ ക്ലാസ് കാണാനും പഠനകളരികളും മറ്റുമായി ഇവർ എത്തിയത്. കലാമണ്ഡലം വകയായി ഭരതനാട്യം, മോഹിനിയാട്ടം, കൂടിയാട്ടം, കുച്ചിപ്പുടി, കഥകളി, ഓട്ടംതുള്ളൽ എന്നിവ ഉൾപ്പെടുത്തി 21 പെൺകുട്ടികൾ അവതരിപ്പിച്ച എൻ്റെ കേരളം നൃത്താവിഷ്കാരം കൺകുളിർക്കെ കാണുകയും ഒപ്പം നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും പങ്കെടുത്ത കലാകാരികൾക്കും അധ്യാപകർക്കും കലാമണ്ഡലത്തിനും നന്ദിയും അറിയിച്ചുകൊണ്ടാണ് അവർ യാത്ര പിരിഞ്ഞത്. ഈ മാസം 3-ാം തീയതി ജർമ്മനിയിൽ നിന്ന് പുറപ്പെട്ട ഡൽഹി, ആഗ്ര, താജ്മഹൽ, കൊച്ചി, കലാമണ്ഡലം, മറ്റ് വിവിധ ക്ഷേത്രങ്ങളും ചർച്ചുകളും മുസ്ലിം പള്ളികളും കണ്ടതിന് ശേഷം 17-ാം തീയതി തിരിച്ചു പോകുകയുള്ളൂ എന്ന് ജർമ്മനിയിലെ ക്രിസ്ത്യൻ പള്ളിയിൽ ഫാദർ തൃശൂർ സ്വദേശി ജോൺ പോൾ പറഞ്ഞു. കേരളത്തിൻ്റെ തനിമയെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും കേരളത്തിൻ്റെ തനത് കലകളെ കൂടുതൽ അടുത്ത് അറിഞ്ഞ് പരിചയപ്പെടാനും ജർമ്മനിയിൽ നിന്ന് ഞങ്ങൾ 33 പേരടങ്ങുന്ന ഒരു സംഘം ഇവിടെ എത്തുകയും എൻ്റെ കേരളം എന്ന ഈ പരിപാടി കാണുകയും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. കേരളത്തിൻ്റെതായ എല്ലാ തനത് കലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ മനോഹരമായ ഈ നൃത്തരൂപം വിദേശികളായ ജനങ്ങൾക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും അതുവഴി നമ്മുടെ സംസ്കാരത്തിൻ്റെ സമ്പത്ത് അവരെ ബോധ്യപ്പെടുത്താനും നമുക്ക് സാധിക്കുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് ഞങ്ങൾ കൂടെ വന്നിട്ടുള്ള എല്ലാവരും വളരെ സന്തോഷമാണ്. ഇത്തരം ഈ പരിപാടി, ഇന്നത്തെ ഈ എൻ്റെ കേരളം എന്ന പ്രോഗ്രാം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെയേറെ സന്തോഷം തോന്നി. കേരളത്തിൻ്റെ തനത് സാംസ്കാരികമായിട്ടുള്ള ഈ നൃത്ത രൂപങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചതിൽ വളരെ സന്തോഷം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല പൂരമഹോത്സവത്തിന് തട്ടകം ഒരുങ്ങി. ഫെബ്രുവരി 12-നാണ് പൂരമഹോത്സവം. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആഘോഷങ്ങൾ വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ സംഗമിക്കും. ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല പൂര മഹോത്സവമാണ് ഇന്ന് ബുധനാഴ്ച 11-ാം തീയതി. ആ കാളവേല ഇന്ന് ഒരു രാത്രി 12 മണിയോടുകൂടി എല്ലാ ഭാഗത്തു നിന്നും വരുന്ന കാളകളെ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് വന്ന് ഭഗവതിയുടെ കോമരം
ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് അരി ഇറക്കിയതിന് ശേഷം പുലർച്ചെ ഒരു 3 മണിയോടുകൂടി കാളവേല ഇന്നത്തെ ദിവസത്തിൽ സമാപിക്കും. പുലർച്ചെ 3 മണിയോടുകൂടി. അതുപോലെ തന്നെ 12-ാം തീയതി നാളെ കാലത്ത് എല്ലാ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി വിശേഷാൽ പൂജകളോടുകൂടി ക്ഷേത്രത്തിൽ തിരുമേനിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ കാർമ്മിക കർമ്മങ്ങളെല്ലാം കൃത്യമായി നടത്തിയതിന് ശേഷം ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് ഈ ക്ഷേത്രത്തിൽ നിന്നും ഭഗവതിയുടെ എഴുന്നള്ളത്ത് ശിവക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും. ആ ശിവക്ഷേത്രത്തിൽ നിന്നും മറ്റുള്ള 3-4 ഭാഗത്തുള്ള വേലകൾ ശിവക്ഷേത്രത്തിൽ ഒരു 4 മണിയോടുകൂടി എത്തി ആ എല്ലാ വേലകളെയും സംഗമിച്ചുകൊണ്ട് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് ഈ കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഈ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി പാട്ടുകണ്ട പ്രദേശത്തുള്ള പാട്ടുകണ്ടത്തിലെ ആലിൻ ചുവട്ടിലേക്ക് വരും. ആ ആലിൻ ചുവട്ടിൽ എല്ലാ ഈ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വാദ്യ ഉപകരണങ്ങളും ആനകളും കൊട്ടും വാദ്യങ്ങളൊക്കെ ഒന്നിച്ച് എല്ലാം ഒരു അകമ്പടിയോടുകൂടി കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര മൈതാനത്തിൽ നാളെ വൈകുന്നേരത്തെ ഒരു 5 മണിയോടുകൂടി നിരന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് സുമാർ ഒരു 5:30-6 മണിക്ക് മുന്നിൽ എല്ലാ വേലകളും ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് ആനയുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിക്കും. നിരവധി കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മേളത്തോടുകൂടി വൈകുന്നേരത്തെ ഒരു 8 മണിയോടുകൂടിയാണ് ഈ പൂര ദിവസത്തെ സമാപനം, പകൽപൂരം. കണയം ശ്രീ കുറുമ്പ ഭഗവതിയുടെ സന്നിധിയിൽ വർണ്ണാഭമായ മറ്റൊരു ഉത്സവ കാലത്തിന്റെ കേളിക്കൊട്ട് ഉയർന്നു കഴിഞ്ഞു. കാളവേല ഫെബ്രുവരി 11-നും 12-ന് പൂരം മഹോത്സവമാണ് നടക്കുക. പൂരം മഹോത്സവത്തിനായി തട്ടകം ഇതിനകം ഒരുങ്ങിക്കഴിഞ്ഞു. 12 രാവിലെ 5 മണിക്ക് നട തുറക്കൽ, ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ എന്നിവയോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. ഉച്ചയ്ക്ക് 1:30-ന് ശിവക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളിപ്പുമുണ്ടാകും. പിന്നീട് പാട്ടുകണ്ടത്തിൽ തായമ്പക, ശിവക്ഷേത്രത്തിൽ തായമ്പക, ദേവീക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട എഴുന്നള്ളത്ത് ശിവക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഉച്ചയ്ക്ക് 2:30-ന് വടക്കുംപുറം വേലയിളക്കാൻ ശിവക്ഷേത്രത്തിൽ നിന്നും കോമരത്തിൻ്റെ പുറപ്പാട്. 3:30-ന് വടക്കുംപുറം, ചെമ്മങ്കുന്ന്, കിഴക്കുംപുറം ദേശം, വേഷാഘോഷം എന്നീ വേലകൾ ഒന്നിച്ച് ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം നടത്തും. പിന്നീട് ശിവക്ഷേത്രത്തിൽ നിന്നും വേലകൾ പാട്ടുകണ്ടത്തിലേക്ക്. തുടർന്ന് 4:30-ന് പാട്ടുകണ്ടത്തിൽ വേലനിരക്കൽ ശിവക്ഷേത്രത്തിൽ നിന്ന് വന്ന വേലകളും പാലിത്തൊടി, തെക്കുഭാഗം, ശ്രീഭദ്ര, പാട്ടുകണ്ടം, ഓം ശക്തി എന്നീ വേലകളും ഒന്നിച്ച് അണിനിരന്ന മേളം. 5 മണിയോടുകൂടി വേലകൾ പാട്ടുകണ്ടത്തിൽ നിന്നും പാലച്ചുവട്ടിലേക്ക്. അവിടെയും മേളം നടക്കും. 5:45 ഗജവീരന്മാരുടെയും മേള വിദഗ്ധന്മാരുടെയും അകമ്പടിയോടുകൂടി വേല ക്ഷേത്ര സന്നിധിയിലേക്ക്. 6 മണിക്ക് ക്ഷേത്രത്തിൽ വേലനിരക്കൽ മേളത്തോടുകൂടി 3 പ്രദക്ഷിണവും നടക്കും. ദീപാരാധനയ്ക്ക് ശേഷം 8 മണിയോടുകൂടി പകൽ വേലയ്ക്ക് സമാപനമാകും. രാത്രി 10:30-ന് ഡബിൾ തായമ്പക, പുറച്ച് 3:30-ന് താലംകുളത്തൽ, 4 മണിക്ക് തോൽപ്പാവുകൂത്ത്, രാവിലെ 7-ന് കൂറവലിക്കലോടുകൂടി പൂരമഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റൊലി. മദ്യപിച്ചുള്ള വാഹനാപകടം വധശ്രമ കുറ്റം ചുമത്തും. മരണം സംഭവിച്ചാൽ കേസ് മനഃപൂർവ്വമായ നരഹത്യയ്ക്കും പോലീസ് കേസെടുക്കും. ഈ നടപടിയെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റൊലിയിലേക്ക്. വെള്ളടിച്ചിട്ട് വാഹനം ഓടിക്കുന്നത് തെറ്റാണ്. അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം, നല്ലോണം കൊടുക്കണം. എത്ര കുടുംബങ്ങളാണ് അനാഥയാണ്. ഒരുമിച്ച് വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണ്. അത് മനഃപൂർവ്വം അറിഞ്ഞും കൊണ്ടാണ് ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നിയമം മാറ്റരുത്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് ജയിൽ ശിക്ഷ തന്നെ കൊടുക്കണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 12-ന് ദേശീയ പണിമുടക്ക് ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ. പണിമുടക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച്. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഫോറം ഓഫ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച്. കർഷകരുടെ നെല്ലിന്റെ താങ്ങുവില കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ മാത്തൂരിൽ കോൺഗ്രസ് പ്രതിഷേധം. VSന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗവും PK ശശിയും UDFന്റെ ഭാഗമാകുമെന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് മാധ്യമങ്ങളിലൂടെയാണെന്നും ജനസ്വാധീനമുള്ള എത്രയോ പ്രമുഖർ പാർട്ടി വിട്ടിട്ടും ഒന്നും സംഭവിക്കാത്ത പാർട്ടിയാണ് CPM എന്നും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. നിശബ്ദരായ ചിലരെ തെരഞ്ഞുപിടിച്ച് മാധ്യമങ്ങൾ അജണ്ട നടപ്പിലാക്കുകയാണെന്നും CPMന് ഒരു വിമതനും ഭീഷണിയില്ലെന്നും EN സുരേഷ് ബാബു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡൻസിന്റെ സംസ്ഥാന കബ് ബുൾബുൾ ഉത്സവം ഫെബ്രുവരി 13, 14, 15 തീയതികളിൽ പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ. 42 വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നായി 1000-ലധികം കുട്ടികൾ പങ്കെടുക്കും. ഏത് സാഹചര്യവുമായി ഇണങ്ങിച്ചേരാനും
സഹവർത്തിത്വം പുലർത്താനും കുട്ടികളെ പ്രാപ്തരാക്കുന്നതാണ് ബുൾബുൾ ഉത്സവം എന്ന സംഘാടകർ. ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ പാലക്കാടിന്റെ നേതൃത്വത്തിൽ മിസ്റ്റർ ആൻഡ് മിസിസ് ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 14 പാലക്കാട് ജെമിനി മേട്ടിൽ. 2026-27 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട കരട് പദ്ധതി രേഖയ്ക്ക് ഷൊർണൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അംഗീകാരം. വികസന സെമിനാർ ഈ മാസം 13 നടത്താനും തീരുമാനം. ചില വാർഡുകളിൽ കുടിവെള്ളം ലഭിക്കാത്ത വിഷയത്തെ സംബന്ധിച്ചും സൗത്ത് മുണ്ടായയിൽ നായ ഷെൽട്ടർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയവും കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി. വികസന സെമിനാർ പരിപാടിയിലെ നോട്ടീസിൽ UDF കൗൺസിലർമാരെ തഴഞ്ഞതിനെതിരെ കൗൺസിലർമാരുടെ പ്രതിഷേധം. രാത്രിയിൽ അജ്ഞാത ആക്രമണത്തിൽ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ കോഴികൾ കൂട്ടത്തോടെ ചത്ത നിലയിൽ. 80ഓളം കോഴികൾ ചത്തു. 40,000 രൂപ നഷ്ടമുണ്ടായതായി ഫാം ഉടമ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.